ശ്രീ നജീബ് കാന്തപുരം, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല നേരിടുന്ന കടുത്ത അവഗണനയെക്കുറിച്ചായിരുന്നു. നമ്മുടെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് അതിദാരുണമായൊരു സംഭവം അരങ്ങേറുകയുണ്ടായി. സർ, പരപ്പനങ്ങാടിയിൽ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അഡ്മിഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ, +1 അഡ്മിഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ദാരുണമായി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്തെ അവഗണനയെക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാളേറെ കടുപ്പമുള്ള കാര്യമാണ് സർ മലപ്പുറം ജില്ല നേരിടുന്ന ആരോഗ്യരംഗത്തെ ഗുരുതരമായ പ്രശ്നം എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഒരു CHC ഉണ്ടായിരുന്നു, മേലാറ്റൂർ CHC. ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അന്ന് 40ഓളം രോഗികൾ കിടത്തി ചികിത്സയുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. 1 ഏക്കർ ഭൂമി അന്നത്തെ ഒരു നല്ല മനുഷ്യൻ ദാനമായി നൽകിയ സ്ഥലത്ത് വിപുലമായ കെട്ടിട സൗകര്യങ്ങളോടെ നിലവിൽ വന്ന ആസ്പത്രിയായിരുന്നു. 5 പഞ്ചായത്തുകൾക്ക് കീഴിൽ 32ഓളം സബ് സെൻ്ററുകളിൽ നിന്ന് 100 കണക്കിന് രോഗികൾ ദിവസേന OPക്കെത്തിയിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ സർ, മലപ്പുറം ജില്ലയിലെ ആരോഗ്യരംഗം എങ്ങനെയാണ് വളരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഒരു ഘടകമായി ഞാൻ ആ ഹോസ്പിറ്റലിനെ കാണുകയാണ്. 69 എല്ലാ സൗകര്യത്തോടെയും പ്രവർത്തിച്ച ഒരു ഹോസ്പിറ്റൽ ഇന്ന് രാത്രി വൈകുന്നേരം OP പോലും ഇല്ലാതെ, രാവിലെയും വൈകുന്നേരവും OP ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ ഇന്ന് OP സൗകര്യം പോലും ഇല്ലാതെ, രാത്രി കിടത്തി ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു സൗകര്യവുമില്ലാതെ പൂർണ്ണമായും ഒരു പ്രേതാലയം പോലെ നിൽക്കുകയാണ്. സർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സാഹചര്യം കേവലം പെരിന്തൽമണ്ണയിലെ ഒരു CHCയുടെ കാര്യം മാത്രമല്ല, ഇവിടെ ജില്ലാ ആസ്പത്രികളുടെ കാര്യം, അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് ആസ്പത്രികളുടെ കാര്യമെല്ലാം ഇങ്ങനെ തന്നെയാണ്. സർ, മെഡിക്കൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വളരെ പ്രധാനമായ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാട്ടിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ബെഡുകൾ അനുവദിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് രോഗികൾക്ക് വേണ്ട ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുന്നത്. ഏറ്റവും വലിയ അവഗണന ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആ ബെഡുകളുടെ കാര്യത്തിലാണ്. സർ, ഒരു ശരാശരി കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് കണക്ക് പ്രകാരം 866 പേർക്ക് ഒരു കിടക്ക എന്ന നിലയിലാണ് ഇന്ന് ആവറേജ് ഉള്ളത്. എന്നാൽ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിൽ 2011 പേർക്ക് ഒരു ബെഡ് മാത്രമേ ആ ജില്ലയിലുള്ളൂ. സർ, ഈ വിവേചനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ MLA ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞപ്പോൾ മലപ്പുറത്തെല്ലാം സുഖമാണ്, മലപ്പുറത്തെല്ലാം ആവശ്യത്തിനുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതേപോലെ ഈ ആരോഗ്യമന്ത്രിയും പറയും. സർ, പക്ഷേ എന്താണ് കാര്യം? അവിടെ കിടക്കകളുടെ പ്രശ്നമാണ് അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടത്. ഞാനൊരു കണക്ക് മാത്രം പറയാം. സർ, ജില്ലയിലെ ആശുപത്രികളുടെ കിടക്കകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ജില്ലയുടെ വലുപ്പം, ഭൂപ്രകൃതി, ജനസംഖ്യ എന്നീ 3 കാര്യങ്ങൾ. ഒരു മിനിറ്റ് സർ, വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. സ്റ്റാൻഡേർഡ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡും നിർദ്ദേശിക്കുന്ന ഇതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മളെ 2008 ഗവൺമെന്റിന്റെ ഒരു GO ഉണ്ട്. സർ, നമ്മുടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ജില്ലാ ജനറൽ താലൂക്ക് ആസ്പത്രികളിലെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുവാനായിട്ടുള്ള ഒരു GO ആണ്. അതിനുശേഷം 2018 ആർദ്രം പദ്ധതി വന്നു. ആർദ്രം പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. താലൂക്ക് ആസ്പത്രികളിൽ ചുരുങ്ങിയത് 100 കിടക്കകൾ വേണമെന്നാണ്. സർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നാൽ മലപ്പുറം ജില്ലയിൽ എന്ത് സംഭവിച്ചു? ബഹുമാന്യനായ മന്ത്രി ശ്രദ്ധിക്കണം. കൊണ്ടോട്ടി താലൂക്ക് ആസ്പത്രിയിൽ 100 കിടക്കകൾക്ക് പകരം 29 കിടക്കകൾ മാത്രം. സർ, അതുപോലെ തന്നെ താലൂക്ക് ആസ്പത്രിയിൽ അരീക്കോട് താലൂക്ക് ആസ്പത്രിയിൽ 100 ബെഡുകൾ, കൊണ്ടൂർ താലൂക്ക് ആസ്പത്രിയിൽ 42, കുറ്റിപ്പുറം താലൂക്ക് ആസ്പത്രിയിൽ 22. സർ, ബെഡുകൾ അടിസ്ഥാനപ്പെടുത്തി സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന് പകരം ബെഡുകൾ തന്നെ കൊടുക്കാതിരിക്കുകയാണ് മലപ്പുറത്ത് ചെയ്യുന്നത്. സർ, ഈ കൊടിയ വിവേചനം ആരോഗ്യരംഗത്ത് ഗുരുതരമായ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. നിരവധി സ്ത്രീകൾ, 18% സ്ത്രീകൾ മാത്രമാണ് മലപ്പുറം ജില്ല പോലെ ഏറ്റവും BPL ആളുകളുള്ള ഒരു ജില്ലയിൽ
ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കി മുഴുവനും സ്വകാര്യ ആസ്പത്രിയിലേക്ക് പോകേണ്ടി വരുന്നത് ഈ ആരോഗ്യ രംഗത്ത് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ കൊടി അനീതിയുടെ ഭാഗമാണ്. ഈ അനീതി പരിഹരിക്കാൻ ബഹുമാന്യയായ മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണ് ചെലുത്തുന്നത്? ബെഡുകളുടെ അടിസ്ഥാനത്തിൽ രോഗികൾക്ക് സൗകര്യമൊരുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ എന്നതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞ കാര്യം മലപ്പുറം ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ സർക്കാരിന് കടുത്ത അവഗണനയാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ സഭയെ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പറയരുത് എന്നുള്ളത്. നമുക്ക് വസ്തുതകൾ വെച്ചുകൊണ്ട്, ഫാക്ട്സ് വെച്ചുകൊണ്ട് സംസാരിക്കാം. മലപ്പുറം ജില്ലയിലെ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും തിരുവനന്തപുരം ജില്ല ഒഴികെ ബാക്കി എല്ലാ താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ സന്ദർശനത്തിന്റെ ഭാഗമായി പോയില്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാ താലൂക്ക് ആശുപത്രികളിലും, ജില്ലാ ആശുപത്രിയിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ അങ്ങും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. സർ, അങ്ങ് പറഞ്ഞ വിഷയം, കൊണ്ടോട്ടിയിൽ 29 ബെഡേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അന്ന് ആരോഗ്യ കേന്ദ്രത്തിന് ബോർഡ് മാറ്റിവെച്ച താലൂക്ക് ആശുപത്രിയാണ് സാർ അത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ശ്രമിക്കുന്നത്? അവിടെ കിഫ്ബിയിലൂടെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ സാർ നമുക്ക് ഇതിൽ ഒന്നിച്ചു നിന്ന് ഈ കാര്യങ്ങളെ നമുക്ക് നേരിടുകയും അതിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യാം. അതിൽ കൊണ്ടോട്ടിയിൽ കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഓരോ ആശുപത്രിയുടെ മുക്കും മൂലയും സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. സർ, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആരോഗ്യ സ്ഥാപനങ്ങൾ ഉള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് അത്. ആരോഗ്യ വകുപ്പിൽ, അതായത് ഹെൽത്ത് സർവീസസിൽ മാത്രമായി ആശുപത്രികൾ ഉൾപ്പെടെ 774 ആരോഗ്യ സ്ഥാപനങ്ങളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. സർ, ഇതിനു പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മഞ്ചേരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ്, പുതുതായി ആരംഭിച്ച മഞ്ചേരിയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, കോട്ടക്കലിലുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് തുടങ്ങിയവ ഈ ജില്ലയിലുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ആയുർവേദ ആശുപത്രികൾ ഉൾപ്പെടെ മൊത്തം 132 ആരോഗ്യ സ്ഥാപനങ്ങളും ഹോമിയോ വകുപ്പിന് കീഴിൽ 103 ആരോഗ്യ സ്ഥാപനങ്ങളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർ, വളരെ സുദീർഘമായ മറുപടിയാണെങ്കിലും ഞാൻ ആ റെലവൻറ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ജനറൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 774 സ്ഥാപനങ്ങളുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല. ജനറൽ ആശുപത്രി, ജില്ലാതല ആശുപത്രി 3, താലൂക്ക് ആസ്ഥാന ആശുപത്രി, താലൂക്ക് ആശുപത്രി, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പൊന്നാനി, ജില്ലാ TB സെന്റർ മലപ്പുറം, TB ക്ലിനിക് പൊന്നാനി, ഡിസ്പെൻസറികൾ, മൊബൈൽ യൂണിറ്റുകൾ, അതുപോലെ കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 589, നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 14, നഗര കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ 46 എന്നിങ്ങനെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ. സർ, ഈ കാലഘട്ടത്തിൽ, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനെ PG കോളേജായി ഉയർത്തിയത്. അവിടെ PG കോഴ്സ് ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അവിടെ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1ാം വർഷം കഴിഞ്ഞിപ്പോൾ 2ാം വർഷം കുട്ടികൾ അവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. സർ, ആയുഷ് വകുപ്പിന് കീഴിൽ 132 സ്ഥാപനങ്ങൾ ഞാൻ കണക്ക് വായിച്ചിരുന്നു. സർ, ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതി തന്നതിനകത്തില്ല എന്നുള്ളതായിരുന്നു. അത് പൊന്നാനിയിലാണ്. ഇവിടെ 450 മുതൽ 500 വരെ പ്രസവം നടക്കുന്നുണ്ട്. ആവറേജ് IP 140 മുതൽ 150 വരെയും OP 750 മുതൽ 850 വരെയുമാണ്. സർ, ജില്ലയിലെ 17 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായ തിരുനാവായ, ചാലിയാർ, അമരമ്പലം, പാണ്ടിക്കാട്, കോട്ടയ്ക്കൽ, ചോക്കാട്, വഴിക്കാട്, മൊറയൂർ, അത്താണിക്കൽ തുടങ്ങിയ, ഞാൻ എല്ലാം വായിക്കുന്നില്ല സമയപരിമിതി മൂലം. സർ, ഇത് ടേബിൾ ചെയ്യുന്നുണ്ട്, പ്രധാന പോയിന്റ്സ് മാത്രം. 5 സ്ഥാപനങ്ങൾക്ക് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവിൽ അംഗീകാരം ലഭിക്കുകയുണ്ടായി. സർ, WNC പൊന്നാനി ജില്ലാ ആശുപത്രി, നിലമ്പൂർ താലൂക്ക് ആശുപത്രി, മലപ്പുറം ജനറൽ ആശുപത്രി, മഞ്ചേരി താലൂക്ക് ആശുപത്രി, തിരൂരങ്ങാടി, എന്നിവയ്ക്കാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. WNC പൊന്നാനിക്ക് ലക്ഷ്യ അംഗീകാരം, ദേശീയ പുരസ്കാരമായിട്ടുള്ള ലക്ഷ്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സർ, 581 വിവിധ വിഭാഗം ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ, പാരാമെഡിക്കൽ വിഭാഗം ജീവനക്കാരുടെയും ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന് കീഴിൽ മാത്രമായി 4210 സ്ഥിരം തസ്തികൾ മലപ്പുറം ജില്ലയിലുണ്ട്. സർ, അതുകൂടാതെ ഈ കാലയളവിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലയളവിൽ 368 പുതിയ തസ്തികകളാണ് ആരോഗ്യ സേവന വകുപ്പിൽ മാത്രം സൃഷ്ടിച്ചത്. സർ, മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കുന്നതിനായി കാത്ത് ലാബ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സർ, ഈ കാലയളവിൽ 5600 ഇൻവേസീവ് പ്രൊസീജിയറുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി 2892, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി 445, ആൻജിയോഗ്രാം 2198, പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി 25, പേസ് മേക്കർ 10, PAG 30 എന്നിങ്ങനെയാണത്.
സർ, നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, മറ്റ് ഡോക്ടർമാർ അവരുടെ എണ്ണം 193, സ്റ്റാഫ് നഴ്സ് 154 തുടങ്ങി 1400ഓളം ജീവനക്കാരെ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിന്യസിച്ച് അവരുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട്. 3185 ആശമാർ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സർ, നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ 68 സ്ഥാപനങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പൂർണ്ണമായിട്ട് ഉയർത്തിക്കഴിഞ്ഞു. ഇനി 20 സ്ഥാപനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 13,20,00,000 രൂപ അതിന് അനുവദിച്ചിട്ടുമുണ്ട്. സർ, ജില്ലയിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 15 CHCകളെയാണ് ഈ ഘട്ടത്തിൽ ബ്ലോക്ക് FHCകളായി ഉയർത്താൻ തീരുമാനിച്ചത്. 5 സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. 5,17,00,000 രൂപ ഇതിനുവേണ്ടി ബാക്കിയുള്ളവയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ജില്ലയിൽ 12 നഗരസഭകളിലായി 14 നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, OP വിഭാഗം, ഫാർമസി, ലാബ്, NCD ക്ലിനിക്ക്, കുത്തിവയ്പ്പ്, സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉൾപ്പെടെ നൽകി പ്രവർത്തിക്കുന്നുണ്ട്. സർ, അവിടെ പെരിന്തൽമണ്ണയിൽ പീഡിയാട്രിക് ഡോക്ടറുടെ സേവനവും, വേട്ടക്കാട്, മംഗലശ്ശേരി, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ എന്നിവിടങ്ങളിൽ ENT ഡോക്ടർമാരുടെ സേവനവും ഈ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. സർ, 314 ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലെ 3 ഘട്ടങ്ങളിലായി ഉൾപ്പെടുത്തി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തുന്നതിന് 21,91,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, 59 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മണി വരെ OP പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിൽ PSC ഹാൻഡ്സ് അല്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു ഡോക്ടറെ നൽകുന്നത് എന്നുള്ളത് LSGDയുടെ ഒരു ഉത്തരവും നിലവിലുണ്ട്. സർ, അതുപ്രകാരം അവിടെ വിന്യസിക്കാവുന്നതാണ്. സർ, 15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് വഴി അനുവദിച്ച 46 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 36 എണ്ണം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ജില്ലയിൽ 8 PP യൂണിറ്റ് അടക്കം 589 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. സർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഓരോ കാലഘട്ടങ്ങളിൽ ബോർഡ് മാറ്റിവെച്ച് ആരോഗ്യ കേന്ദ്രങ്ങളെ താലൂക്ക് ആശുപത്രികളാക്കി. പക്ഷേ അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സർ, അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ സ്ഥിതി പ്രത്യേകമായി ഞാൻ കൊണ്ടോട്ടിയിൽ പോയി, അതുപോലെ നമ്മുടെ വിവിധ ആശുപത്രികൾ പെരിന്തൽമണ്ണയിലും തിരൂരങ്ങാടിയിലും പൊന്നാനിയിലും നിലമ്പൂരിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. സർ, ഈ ആശുപത്രികളിലൊക്കെ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രി നിലമ്പൂരിൽ 9,38,00,000 രൂപ, ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണയിൽ 11,89,00,000 രൂപ, ജില്ലാ ആസ്ഥാന ആശുപത്രി തിരൂരങ്ങാടി 10 കോടി രൂപ, താലൂക്ക് ആസ്ഥാന ആശുപത്രി പൊന്നാനി 9 കോടി രൂപ, കൊണ്ടോട്ടിയിൽ 36 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. സർ, അതുകൂടാതെ നബാർഡിൽ തിരൂരിൽ ഒരു ബ്ലോക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. 33 കോടി രൂപയുടെ. മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നമുക്കവിടെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് കഴിയും. സർ, ഒരു കാര്യം കൂടി. സർ, ഈ പൊതുജനാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ ശൈലി ആപ്പ് ഉപയോഗിച്ച് ജില്ലയിലെ 19 ലക്ഷത്തി, അതായത് എല്ലാ വീടുകളിലും നമ്മൾ സ്ക്രീൻ ചെയ്തു. ആ സ്ക്രീൻ ചെയ്തതിൽ രോഗസാധ്യത കണ്ടെത്തിയ 19 ലക്ഷം ആളുകളാണ്. അതായത് പ്രമേഹം വരാൻ സാധ്യതയുണ്ട്, രക്താതിസമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്, ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ 2.5 ലക്ഷം ആളുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സ്ക്രീൻ ചെയ്തു. സർ, 78,000 അധികം പേർക്ക് രക്താതിസമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും 10,000 അധികം ആളുകൾക്ക് പ്രമേഹമുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇതുകൂടാതെ വാർഷിക ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറം ജില്ലയുടെ മാത്രം കണക്കാണ്, 4,17,642 വയോജനങ്ങളുടെയും 13,368 കിടപ്പ് രോഗികളുടെയും 21,759 ഹോം ബൗണ്ട് വ്യക്തികളുടെയും ആരോഗ്യ വിവരങ്ങൾ, അതിന്റെ എല്ലാം ഡേറ്റ ശേഖരിച്ച് അതിന്റെ തുടർ സേവനങ്ങൾ ഉറപ്പാക്കി വരുന്നുണ്ട്. സർ, ഇതിൽ ഞാനിത് സർ, അതെ, 2 കാര്യങ്ങൾ കൂടി. സർ, അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല എന്നുള്ളതും അദ്ദേഹം എഴുതി തന്നതിനകത്ത് ഉണ്ടായിരുന്നു. സർ, ഞാൻ നേരത്തെ കാർഡിയോളജിയുടെ കാര്യം പറഞ്ഞു. ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ് എന്നുള്ളത് കൂടി ഈ സഭയെ അറിയിക്കുകയാണ്. നഴ്സിംഗ് കോളേജിന്റെ കാര്യം പറഞ്ഞു. ആയുഷ് മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണം പറയുകയുണ്ടായി. സർ, അവിടെ ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കോട്ടക്കലിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ കേരളത്തിലുള്ളൂ. സർ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും ഈ ആയുർവേദ രംഗത്തെ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നുണ്ട്. അവിടെയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കണം എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പ്രത്യേകമായി പറഞ്ഞു, അദ്ദേഹം എഴുതി തന്നിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു, ഒരു CHSCയുടെ കാര്യം. അത് മേലാറ്റൂർ CHSC ആണ്. അവിടെ കിടത്തി ചികിത്സ ഉണ്ട്, 14 ആണ് ഫങ്ഷണൽ ബെഡ്, സാങ്ഷൻ ബെഡ് 22 ആണ്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സർ, അവിടെ കാഷ്വാലിറ്റി നിലവിലില്ല, എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ രാത്രി ഉണ്ടാകുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. സർ, അത് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള MLA-മാരൊക്കെ നല്ല രീതിയിൽ അവിടെ സഹകരിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി അവർ നിൽക്കുന്നത്. ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ അവിടെ പ്രാദേശികമായി നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. ചോദ്യം. സർ,
ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉള്ള ഉത്തരവല്ല സർ ചോദ്യം ചോദിക്കൂ. പറഞ്ഞത് ബഹുമാനിയായ നജീബ്, ഞാൻ അരി എത്രയെന്ന് ചോദിച്ചപ്പം മന്ത്രി പയറഞ്ഞാടി. ചോദ്യം ചോദിക്കൂ. ആസ്പത്രികളുടെ എണ്ണമല്ല സർ, കെട്ടിടങ്ങളും അല്ല. ആസ്പത്രികളുടെ എണ്ണം ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്, പക്ഷെ അവിടെ ഇല്ലാത്തത് ബെഡുകളുടെ എണ്ണമാണ്. ആ ബെഡുകളുടെ എണ്ണത്തിനാണ് പ്രശ്നം. ഈ ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡോക്ടർമാരെ നിയമിക്കുന്നത്, പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സർ. ഇപ്പം മലപ്പുറം ജില്ലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ഇങ്ങോട്ടുള്ള കിടത്തി ചികിത്സ തുടങ്ങുന്ന CHCകൾ മുതൽ ഇങ്ങോട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ബെഡുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിനടിസ്ഥാനമായി ആരോഗ്യ ബെഡിന്റെ എണ്ണം പറഞ്ഞാൽ മതി സാർ. ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടതില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടതിലുള്ള വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സാർ, ഈ ആശുപത്രികളെ ഇപ്പോൾ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞത് കൊണ്ടോട്ടി ആശുപത്രിയെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ അന്ന് അത് മാറ്റുമ്പോൾ ബോർഡ് മാറ്റിവെച്ചു. അപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത്? കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു സാർ. ആ പണം അനുവദിച്ചപ്പോൾ പെരിന്തൽമണ്ണ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മാണം സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബെഡുകൾ കൂടുതലായിട്ട് നമുക്ക് അനുവദിക്കാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ആ ദീർഘവീക്ഷണത്തോടെയാണ് ഇത്രയും അധികം കോടി രൂപ ഒരു കാലഘട്ടത്തിലും, ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലും മലപ്പുറം ജില്ലയ്ക്ക് ഈ രീതിയിൽ അനുവദിച്ചിട്ടില്ല സാർ. ആ രീതിയിൽ അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാർ, ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ WNC ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ഒരു നില അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം ഫയർ NOC കിട്ടുന്നില്ല. അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളിലല്ല. വർഷങ്ങൾക്ക് മുൻപ് പണിതതാണ്. അപ്പോൾ ഞാൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നില്ല. അവിടെ ഇടപെട്ടുകൊണ്ട് അത് ഫയർ NOC ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള വർക്കുകൾ സാധ്യമാക്കി അത് ലഭ്യമാക്കിയാൽ മുകളിലുള്ള വാർഡുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ഒരു കാര്യത്തെ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായി അറിയുന്ന ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട MLA.